നമസ്കാരം. ദി വൺ ആൻഡ് ഓൺലി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലെ ഓറഞ്ച് ഫെസ്റ്റിൽ 4x4 ഫ്യൂറി റേസിംഗിൽ പങ്കെടുത്ത ആദ്യത്തെ വനിത ഓഫ് റോഡ് റൈഡർ. നമുക്ക് സ്വാഗതം ചെയ്യാം ദി വൺ ആൻഡ് ഓൺലി അപർണ ഉമേഷ്. മാം നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ മാം, എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത്, ഈ ഓഫ് റോഡ് റൈഡിംഗ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വന്നത്? അതിൻ്റെ ഒരു തുടക്കവും അതൊക്കെ എങ്ങനെയായിരുന്നു മാം? ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് പാഷനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ വന്നൊരു കാര്യമല്ല, എൻ്റെ ഒരു ലേറ്റ് ഫൗണ്ട് പാഷനാണ്. എനിക്ക് ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാനും അച്ഛനും ഒക്കെ ആയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴൊക്കെയോ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരു എന്താ പറയുക, ഒരു 4x4 മേടിക്കണം, ഒരു ഓവർലാൻഡിങ് ചെയ്യണം, കുറച്ച് ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഒരുപാട് നമ്മൾ സംസാരിക്കുമായിരുന്നു. പക്ഷെ അതെപ്പോഴൊക്കെയോ അതിങ്ങനെ ലോസ്റ്റ് ആയി പോയി. ഞാനും ദുബായിക്ക് ഷിഫ്റ്റ് ചെയ്തു, അച്ഛനും ഒമാനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ വൺസ് വി കെയിം ബാക്ക് നമ്മൾ വിചാരിച്ചു ഓക്കെ ഒന്നൊരു വണ്ടി മേടിക്കാം ഓർത്ത് അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ഥാർ. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ തുടക്കം വരുന്നത്. അത് വാങ്ങിക്കുമ്പോഴും എനിക്കിങ്ങനെ ഒരു ഓഫ് റോഡിങ്ങിലേക്ക് എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു കോമ്പറ്റീഷനിലേക്ക് കയറണം എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ബേസിക്സ് പഠിക്കണം, കാരണം നമുക്കിങ്ങനെ ഒരു വണ്ടി ഉണ്ട്, അപ്പോൾ അതെങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, അതിൻ്റെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അങ്ങനെ ആ ഒരു തോട്ടിൽ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചൊന്ന് ബേസിക്സ് ഒന്ന് പോയി പഠിക്കാം നോർത്ത് കയറിയതാണ്. പിന്നെ അതൊരു ഇൻട്രസ്റ്റ് കയറി അതിൽ, അങ്ങനെയാണ് ഇതിലേക്ക് കയറിയത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ വളരെ കുറവാണ് ഈ ഒരു മേഖലയിൽ. അപ്പോൾ മാമിന് എപ്പോഴാണ് ഓക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഒരു തുടങ്ങാം എന്നൊക്കെ എപ്പോഴാണ് മാമിന് ആ ഒരു തോട്ട് വന്നത്? എങ്ങനെ? അതൊരു ഗ്രാജുവലി അതിലേക്ക് ഞാൻ അങ്ങ് വന്നതാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബേസിക്സ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഇതിലുണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി, ഓക്കെ ഇത്രയും ആളുകളെ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു 4x4 ക്ലബ്ബിൽ ജോയിൻ ചെയ്തു. അവരുടെ കൂടെ ഞാൻ ട്രെയിൽ ഡ്രൈവ്സ് പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സിമിലർ ഇൻട്രസ്റ്റിലുള്ള ആൾക്കാരെ കണ്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് ട്രൈ ഇറ്റ്. അങ്ങനെ അപ്പോൾ ഒരു കോമ്പറ്റീഷൻ സ്പെക് വെഹിക്കിൾ ഞാൻ ട്രൈ ചെയ്തു. ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ ആ സമയത്തൊന്നും കോമ്പറ്റീഷൻസിൽ ലേഡീസ് ക്ലാസ് എന്ന കാറ്റഗറി ഇല്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് എൻ്റെ ക്ലബ് മെമ്പേഴ്സാണ് ഇതിലേക്ക് ഒന്ന് ഫസ്റ്റായിട്ട് നമ്മൾ പോയ കോമ്പറ്റീഷനിൽ പറഞ്ഞു നമ്മൾ ലേഡീസിനെ ഓടിപ്പിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഓടിച്ച് നോക്കി. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ വേറൊരു ടീംമേറ്റിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ അതൊരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു. ഐ നെവർ പ്ലാൻഡ് ഫോർ ഇറ്റ്. പക്ഷേ അതിലൊരു ഇൻട്രസ്റ്റ് നമ്മളെപ്പോഴും പറയും, ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാഷൻ വന്നു പോയതാണ്. അങ്ങനെ പിന്നീട് ഐ ഹാവ് നെവർ ലുക്ക് ബാക്ക്. എനിക്ക് എപ്പോഴും അത് പെർസ്യൂ ചെയ്യണം. ഒരു എന്താ പറയുക, ഒരു ലോക്കൽ ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ വൈ നോട്ട് എ നാഷണൽ ഇവൻറ്റ്. അങ്ങനെ നമ്മളൊരു ഇപ്പോൾ അതെൻ്റെ ലൈഫിലൊരു ഗോൾ അല്ലെങ്കിൽ ലൈഫിൽ എൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. ഇപ്പൊ മാം ആദ്യം അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇത് കുറച്ച് മെയിൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ആ ഒരു മേഖലയാണ്. അപ്പൊ ഒരു സ്ത്രീ എന്ന നിലയിൽ മാം ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഒരു വെൽക്കമിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു മാമിന്? എൻ്റെ ക്ലബ്ബിൽ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ദേ വർ ഓൾ എക്സൈറ്റഡ്. സത്യം പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു. കോമ്പറ്റീഷനിൽ ഫസ്റ്റായിട്ട് പോയപ്പോൾ എനിക്കൊരു അത്രയും വെൽക്കമിങ് ആയിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ അത് മേ ബി ബിക്കോസ് ദേ ആർ നോട്ട് യൂസ് ടു ഇറ്റ്, അതുകൊണ്ടാവാം. എന്തോ എനിക്ക് അങ്ങനെ അത്രയും വാമായിട്ട് തോന്നിയില്ല. കാരണം ഇത് കേരളത്തിലെന്ന് പറഞ്ഞൊരു 50ഓളം ക്ലബ്സ് മിനിമം ആക്റ്റീവ് ഓഫ് റോഡ് ക്ലബ്സ് ഉണ്ട്. അപ്പം അത്രയും ആളുകളും, അപ്പോൾ യു ക്യാൻ ഇമാജിൻ ആ ഒരു ക്രൗഡ്, ഒരു 50 വണ്ടി ഒക്കെയോളം ഉണ്ടാവും, ഓഫ് റോഡ് വണ്ടികളുണ്ടാവും, അതിന് ഒത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ഇതുണ്ടാവും, നമുക്ക് നമ്മളെ ആ ഒരു അത്രയും വെൽക്കമിങ് ആവണം എന്നില്ല. ആദ്യമൊക്കെ ഞാൻ ഇത് പറയുന്നത് ഫസ്റ്റ് തുടങ്ങിയ സമയത്തെ കാര്യമാണ്. പിന്നെ അത് ഇറ്റ് ഗോട്ട് മോർ ആക്സെപ്റ്റഡ്. കാരണം അവർക്ക് മനസ്സിലായി നമ്മളും സീരിയസ് ആണ്, നമ്മൾ ഇതൊരു കളിക്ക് വരുന്നതല്ല, നമുക്കും ആ ഒരു ഫയർ ഉണ്ടെന്ന് കണ്ടു. ഇപ്പോൾ അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ പോയില്ലെങ്കിലും അവർ അന്വേഷിക്കും എന്താ വരാഞ്ഞെന്ന് ചോദിക്കുന്ന ആ ഒരു സ്പേസിലേക്ക് എത്തും. മേ ബി ദേ ഓൾസോ നീഡ് ടൈം അല്ലേ നമുക്ക് പ്രോഗ്രസ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ ഒരു മാമിന് ഈ മേഖലയിൽ ഒരു റോൾ മോഡലായി കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഓഫ് റോഡ് റൈഡിങ്ങിൽ? അങ്ങനെ എനിക്ക് റോൾ മോഡലായിട്ട് അങ്ങനെ കാണാൻ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിലേക്ക് ഇത് ആരെയും കണ്ട് ഇൻസ്പയർ ആയി അങ്ങനെ വന്നൊരു കാര്യമല്ല. എനിക്കിത് നാച്ചുറലി എൻ്റെ എന്താ പറയുക, ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇറ്റ് ഗേവ് മീ ആ ഒരു എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും എനിക്ക് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു പറയും. ഫസ്റ്റ് ടൈം ഞാൻ ഓഫ് റോഡ് വണ്ടി, ഒരു ഓഫ് റോഡ് സ്പെക് വണ്ടി ഞാൻ സ്ലഷിലേക്ക് ഇറക്കിയപ്പോൾ എനിക്ക് ബട്ടർഫ്ലൈസ് വന്നു എന്ന് പറയും. ഐ സ്റ്റിൽ ഗെറ്റ് ദാറ്റ് ഫീലിംഗ്. അപ്പോൾ അങ്ങനെ ഐ ഡോണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗോൾ, അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഐ നെവർ ന്യൂ
അങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അതെൻ്റെ ഇഗ്നോറൻസ് ആവാം, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഇല്ല. ബട്ട് അഗൈൻ ഇപ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക, ഒരുപാട് ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരുപാട് ഓഫ് റോഡേഴ്സ് ഉണ്ട്. ഒരുപാട് ഓഫ് റോഡേഴ്സ് ഞാൻ അഡ്മയർ ചെയ്യുന്നുണ്ട്. അവരെ പോലെ ആവണം. കാരണം ഓരോ ഡ്രൈവേഴ്സ് ഓടിക്കുന്ന രീതി വേറെയാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൽ. ഒരു ഡ്രൈവർ ഓടിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ഓരോ ഒബ്സ്റ്റക്കിളിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഒരുപാട് ഇപ്പോൾ എനിക്ക് കണ്ട് പഠിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഡ്രൈവേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ മാമിൻ്റെ ഈ ഒരു പാഷൻ, ആ ഒരു ധൈര്യം എങ്ങനെയാണ് ഇത് ചെയ്യാനൊക്കെ ഉള്ള? റിസ്ക് ഉണ്ട് അതിൽ. പേടി അപ്പോൾ എൻ്റെ അടുത്ത് ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ ഒരു ഒബ്സ്റ്റക്കിൾ പോകുമ്പോൾ പേടിയാവില്ലെന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ പേടിയാകും. അങ്ങനെ പേടിയാവില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു സ്റ്റീപ്പായിട്ടൊരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പേടി വരും. പക്ഷെ ആ സമയത്ത് നമുക്ക് എങ്ങനെ ക്രോസ് ചെയ്യാം എന്നുള്ളൊരു നമ്മുടെ കാൽക്കുലേഷൻ മൊത്തം ആ ഒരു രീതിയിലാണ്. സോ അങ്ങനെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ തോട്ട് അതാണ് മോസ്റ്റ്ലി തോട്ട് പ്രോസസ്സേ അതെങ്ങനെ ഒബ്സ്റ്റക്കിൾ ക്രോസ് ചെയ്യണം എന്നുള്ളതിലേക്കാണ്. പിന്നെ നമുക്ക് സേഫ്റ്റി എന്ന് പറയാൻ ഹെൽമെറ്റ്സ് ഉണ്ട്, സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്, റോൾ കേജ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ടോപ്പിൽ ചെയ്താൽ പോലും നമ്മുടെ വണ്ടി ക്രഷ് ആവില്ല. ഇപ്പോൾ നോർമൽ വണ്ടികൾ ക്രഷ് ആവുന്ന പോലെ നമ്മുടെ വണ്ടി ക്രഷ് ആവില്ല. സോ അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയും ഒരു ധൈര്യമുണ്ട്. ഒബ്വിയസ്ലി നമുക്കൊന്നും പറ്റില്ല, കയ്യൊന്നും പുറത്തിട്ടില്ലെങ്കിൽ വി ആർ സേഫ് ഇൻസൈഡ് ദ വെഹിക്കിൾ. അപ്പോൾ അങ്ങനെയും ഒരു ഇതുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ എന്താ പറയുക, ആലോചിച്ച് ഹൗ ടു ക്രോസ് ഇറ്റ് എന്നുള്ളത് ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ സമയത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇപ്പം മാം ഫസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മളിത് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ ആ എക്സ്പീരിയൻസ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇപ്പോഴും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ബേസിക്സ് എവിടെ പഠിക്കും എന്ന് അന്വേഷിച്ച് നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഓരോ ക്ലബ്സിനൊക്കെ മെസ്സേജ് അയച്ച് ഞാൻ RNT 4x4 ഓഫ് റോഡ് ക്ലബ്ബിൽ അവർ എന്നെ ഇൻവൈറ്റ് ചെയ്തു. നിങ്ങൾ വരൂ, വന്ന് നമ്മളൊന്ന് മീറ്റ് ചെയ്യൂ, നമ്മുടെ മെമ്പേഴ്സിനൊക്കെ ഒന്ന് കണ്ട് വന്നിട്ട് പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ സോ ദാറ്റ് ദേ വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് എന്തോരം ഇതുണ്ട്, എനിക്ക് മനസ്സിലാവും എന്താണ് ഇതെന്നുള്ളതിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ ഒരു ഇൻട്രാ ക്ലബ് ചാലഞ്ച് നടക്കുകയാണ്. അതായത് മെമ്പേഴ്സ് തമ്മിൽ തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദേ ഹാഡ് എ ട്രാക്ക്, ഒരു സ്ലഷും ഗേറ്റൊക്കെ ആയിട്ട് ഒരു ട്രാക്ക് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ ക്ലബ് മെമ്പേഴ്സ് അവരുടെ വണ്ടികളുമായിട്ടാണ് വന്നത്. എന്നിട്ട് അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ. സോ ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. എനിക്കറിയില്ല ഇത്രയും വണ്ടികളും ഇത്രയും മോഡിഫൈഡ് വണ്ടികളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. ഞാൻ അവിടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു വണ്ടി, അതായത് ഒരു പണ്ടത്തെ CJ 500 ആണ് മോഡിഫൈഡ്, ഈ കോമ്പറ്റീഷൻ സ്പെക്ക് ആക്കി വെച്ചിരിക്കുന്ന ഒരു വണ്ടിയുടെ കോഡ് നെയിമാണ് ബ്ലൂ വെയിൽ. സാം കുര്യൻ എൻ്റെ അടുത്ത് പറയുകയാണ്, ഒന്ന് ഓടിച്ച് നോക്കൂ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഒരു വണ്ടിയിലേക്ക് കയറുന്നതും. ഞാൻ റിവേഴ്സ് എടുത്തു, പിന്നീട് ഒരു സ്ലഷിലേക്കാണ് പോകുന്നത്. അപ്പം ആ മൊമെൻറ്റ് ഇസ് വാട്ട് ഐ സ്റ്റിൽ റിമെമ്പർ. ആൻഡ് ആ സ്ലഷിലെടുത്ത് നമ്മൾ ആ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ബിക്കോസ് എന്ത് ട്രൈ ചെയ്യാൻ, ഒരു പുതിയ കാര്യം ചെയ്യാനൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആൻഡ് സത്യം പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു അത്ഭുതം എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇത്രയും വണ്ടികളോ ഇത്രയും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം എടുത്തു, ആ ഒരു ഒബ്സ്റ്റക്കിൾ എല്ലാം ക്രോസ് ചെയ്ത് ഞാൻ ഫുൾ ഫിനിഷ് ചെയ്തിട്ട് തിരിച്ച് വന്ന ആ മൊമെൻറ്റിലാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അത് ഇപ്പോഴും എനിക്കത് എക്സൈറ്റ്മെൻറ്റ് അത് പറയുമ്പോൾ തന്നെ. കാരണം ആ വണ്ടിയാണ് പിന്നീട് ഞാനൊരു 2-3 മന്ത്സിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആ വണ്ടിയുടെ ഓണേഴ്സാണ് ഞാനും സാം കുര്യനും. സോ ഐ വാസ് സോ ഷുവർ ദാറ്റ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഇസ് ഗോണ മേക്ക് മീ ഹാപ്പി. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ മാമിൻ്റെ ആദ്യത്തെ പരിശീലനം തുടങ്ങിയതെന്ന് പറയുമ്പോൾ ഈ സാം എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്തുനിന്ന്? അതെ തീർച്ചയായിട്ടും. പുള്ളിയാണ് എന്നെ പഠിപ്പിക്കുന്നതും എനിക്ക് ബേസിക് ട്രെയിനിങ്സ് ഒക്കെ തന്നത് സാം കുര്യൻ തന്നെയാണ്. മെജോറിറ്റി കോമ്പറ്റീഷൻസിലും സാം കുര്യൻ തന്നെയായിരുന്നു എൻ്റെ കോ ഡ്രൈവർ. ഹീ ഈസ് വെൽ നോൺ നാഷണൽ ലെവലിൽ. ഹീ ഈസ് വെൽ നോൺ, ഒരു വെറ്ററൻ ഓഫ് റോഡറാണ്. ആൻഡ് RNT 4x4 ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ എൻ്റെ കോ ഡ്രൈവർ പോൾ കീരിക്കാടനാണ്. പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് കോമ്പറ്റീഷൻ സാം കുര്യൻ തന്നെയായിരുന്നു എൻ്റെ കോ ഡ്രൈവറായിട്ട് വരുന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ചിലതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുള്ളതുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ, ആ ഒരു എക്സ്പീരിയൻസിനെയൊക്കെ കുറിച്ചിട്ട്? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ലോക്കൽ ഇവൻറ്റ്സിന് വരുന്ന ഓരോരോ എന്താ പറയുക അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നാഷണൽ ഇവൻറ്റ്സിന് വേറെ രീതിയിലും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ക്ലോസ് ടു മൈ ഹാർട്ട് ഒബ്വിയസ്ലി നാഷണൽ ഇവൻറ്റ് ഒരു അരുണാചൽ പ്രദേശിൽ പോയ ഇവൻറ്റ് തന്നെയാണ്. കാരണം
ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞാൽ ആ സ്ഥലവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ബ്രഹ്മപുത്ര റിവർ ബെഡിലാണ് നടക്കുന്നത്. സോ വി ഹാഡ് എന്താ പറയുക റിവർ ക്രോസിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് ജംഗിൾ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഗുഡ്. ആ ഒരു ട്രഷർ ഹണ്ട് മോഡലായിരുന്നു അതിൻ്റെ ഒരു ഫോമാറ്റ് വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അതല്ലാതെ പറയുകയാണെങ്കിൽ എൻ്റെ ഇപ്പോൾ ഒരു ഷേർപ്പ ഇവൻറ്റ് ഇവിടെ ഒരു കാക്കനാട് ചെയ്തൊരു ഷേർപ്പ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ചെയ്തൊരു ഇവൻറ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ വെരി മെമ്മറബിൾ. കാരണം അത് വളരെ ലെങ്തി ആൻഡ് ടെക്നിക്കൽ ട്രാക്കായിരുന്നു. എന്നെ സംബന്ധിച്ച് അത് ഞാനിപ്പോൾ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്ന ഡീസൽ ക്ലാസ്സിലാണ്. ലേഡീസ് ക്ലാസ് ചില ആൾക്കാരെ അത് നടത്താറുള്ളൂ. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ഈ മെൻ്റെ ഒപ്പം തന്നെയാണ് ഡീസൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഓടിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ 10-40 വണ്ടിയോളം ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ഒപ്പം ഇറങ്ങാമെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ചാലഞ്ചിൽ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 60% വണ്ടികൾ ടോപ്പിലാവുമായിരുന്നു. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്ലാൻഡിങ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ടോപ്പിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ എൻ്റെ നമ്പർ 28 ആണ്. നമുക്ക് ലോട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. ഇപ്പം നമ്മൾ എപ്പോൾ കയറണം എന്നുള്ള ലോട്ടാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് എടുത്തതിന് ഞാൻ ഫസ്റ്റ് കയറണം അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് 28 ആണ് കിട്ടിയത്. സോ ഐ ആം സീയിങ് ഓൾ ദീസ് വണ്ടി ഇങ്ങനെ ടോപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ടെൻഷനും ആവുന്നുണ്ട്. ആൻഡ് ഇതെങ്ങനെ, കാരണം ഇത് ഭയങ്കര ലെങ്തിയും ടെക്നിക്കലും ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് കയറിയത്. അഗൈൻ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതെനിക്കത് ഭയങ്കര ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണൽ വിന്നാണത്. കാരണം ഞാൻ ടോപ്പിൽ ചെയ്തില്ല. എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മളൊരു നല്ല സ്റ്റീപ്പ് വരുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ചെറിയൊരു എൻജിൻ ബ്രേക്കിങ്ങിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു നല്ലോണം ബ്രേക്ക് ചെയ്താൽ വണ്ടി കുത്തി മറിയാനുള്ള ഒരു ചാൻസ് ആണുള്ളത്. അങ്ങനെയാണ് എല്ലാവരും മറിയുന്നത്. പക്ഷെ അവിടെ ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും നമുക്ക് അപകടമാണ്. അപ്പോൾ കീ ഈസ് ടു എവിടെ നമ്മൾ കുറച്ച് ബ്രേക്ക് ചെയ്യണം, എന്നാൽ അത് കഴിഞ്ഞിട്ട് വിടുക വേണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബുദ്ധി അങ്ങനെ വർക്ക് ചെയ്യണമല്ലോ. സോ ഐ വാസ് റിയലി ടെൻസ്ഡ്. അപ്പോൾ ആ വീഡിയോയിൽ നോക്കിയാൽ അറിയാം എൻ്റെ വണ്ടി ശരിക്കും പൊങ്ങുന്നുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് അത് കഴിഞ്ഞിപ്പോൾ ലാൻഡ് ചെയ്തു, ടോപ്പിൽ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു കോഴ്സ്. ദാറ്റ് വാസ് വൺ മെമ്മറബിൾ വൺ. ഈ രണ്ടെണ്ണമാണ് എനിക്ക് ഏറ്റവും ക്ലോസ് ടു മൈ ഹാർട്ട് ഇപ്പോൾ വരെ. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ കോമ്പറ്റീഷനിൽ വന്നിരിക്കുന്ന മെമ്മറബിൾ വൺസ്. പിന്നെ വേറൊരു മൊമെൻ്റ് എന്ന് പറയാനുള്ളത് അരുണാചൽ പ്രദേശിൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫസ്റ്റ് ഡേയുടെ എൻഡിൽ ഞങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 35 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് ഒരു മെക്കാനിക്കൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡീസൽ പമ്പ് പൊട്ടി. അപ്പോൾ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളത് ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ്. കാരണം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതെങ്ങനെയാ കോമ്പറ്റീഷൻ്റെ സമയത്ത് തന്നെ? കോമ്പറ്റീഷൻ സമയത്ത് എൻഡിൽ ടുവേർഡ്സ് എൻഡ് ഒരു 1 കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ തീരാനായിട്ട്. ആ സമയത്താണ് ഇത് പൊട്ടുന്നത്. അപ്പോൾ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കെട്ടി വലിച്ച് ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു ടീം ഇവൻ്റ് ആയിരുന്നു. കോ റൈഡർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു വണ്ടിയും കൂടി ഉണ്ടായിരുന്നു. ഇതൊരു ടീം ഇവൻ്റാണ്. അപ്പോൾ 2 വണ്ടിയും എല്ലാ ഒബ്സ്റ്റിക്കിളും ക്രോസ് ചെയ്ത് വന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു വണ്ടി അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കെട്ടി വലിച്ച് കൊണ്ടുപോകാൻ എന്നുള്ളത് മാത്രമാണ്. രണ്ട് വണ്ടിയാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഫെയിലായപ്പോൾ എൻ്റെ കോ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയാണ് എന്നെ കെട്ടി വലിച്ച് മുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് 1 to 2 കിലോമീറ്റേഴ്സ് അങ്ങനെ കെട്ടി വലിച്ച് നമ്മളത് കൊണ്ടുപോയി ഫിനിഷ് ചെയ്തു. ട്രാക്ക് ഫിനിഷ് ചെയ്തു. എങ്കിലും നമുക്ക് അടുത്ത സ്റ്റേജ് പോകാൻ പറ്റിയില്ല. നൈറ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഡേ സ്റ്റേജും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും മിസ് ചെയ്തു. ഞങ്ങൾക്ക് ടെൻറ്റായിരുന്നു അന്ന് തന്നിരുന്നതൊക്കെ എടുക്കാൻ. ടെൻറ്റിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ വയ്യ. അതുപോലെ വിഷമം. കാരണം ഇതൊരു മെക്കാനിക്കലി വന്നൊരു സംഭവം അല്ല. അത് നമുക്ക് അവിടെ വെച്ച് പറ്റിയ ഒരു അബദ്ധമല്ല. ഒരു വെയർ ആൻഡ് ടയറിൽ വരുന്ന ഒരു എററാണിത്. അപ്പോൾ അവരത് കൺസിഡർ ചെയ്യുകയൊന്നും ചെയ്തില്ല? ഇല്ല, അതൊന്നും ചെയ്യില്ല. നമ്മളത് ഒന്നല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് നമുക്ക് പോവാം, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ശരിക്കും. അപ്പം നമുക്ക് വേണ്ട സ്പെയർ പാർട്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം വരുന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദി ഇവൻറ്റ് അവിടെ ഒരു വെറ്ററൻ ഒരു ഓഫ് റോഡർ ഉണ്ടായിരുന്നു. ഹീസ് ഫ്രം ഡൽഹി, വിജേന്ദ്ര സിംഗ്. ഹീ കെയിം അപ്പ് ടു അസ് ആൻഡ് നമ്മളെല്ലാം പാക്ക് ചെയ്യുന്നൊരു സമയമായിരുന്നു. പുള്ളി തിരിച്ച് വന്നിട്ട് പറഞ്ഞാൽ ഇങ്ങനെ നല്ല പാഷനുണ്ട്, യു ഷുഡ് കണ്ടിന്യൂ ഇറ്റ്. ആൻഡ് പുള്ളിയുടെ ഫസ്റ്റ് ഓഫ് റോഡ് വെഹിക്കിൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ പുള്ളി അത് വളരെ എന്താ പറയുക, കുറേ പഴയ വണ്ടിയാണ്, കുറച്ച് നല്ല വർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഹി വാസ് ലൈക്ക് എനിക്കിത് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര എന്താ പറയുക ഫേവറേറ്റ് ഒരു വണ്ടിയാണ്. എൻ്റെ ഫസ്റ്റ് ഓഫ് റോഡ് വണ്ടിയാണ്. സോ ഐ ഗിവ് ഇറ്റ് ടു യു. അതിൽ പണിത് എന്താണ് പറയുക ട്രെയിൻ ചെയ്യുക, ഇനിയും കൂടുതൽ കോമ്പറ്റീഷൻസ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എൻകറേജ് ചെയ്തുകൊണ്ട് പുള്ളി അത് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ദാറ്റ് ഈസ് ഓൾസോ വൺ
എന്താ പറയുക ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട് മൊമെൻറ്റ്. കാരണം നമുക്ക് അറിയാത്ത ഒരാൾ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്, പക്ഷെ നമ്മുടെ പാഷൻ കണ്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ബിഗ് തിങ് ഫോർ മീ. സോ അതും എൻ്റെ ഒരു പ്രൈസ്ഡ് പൊസഷനാണ്, ജസ്റ്റ് ലൈക്ക് ബ്ലൂ വെയിൽ. ഇപ്പോൾ നമുക്കറിയാം ഇതൊരു സാഹസികത നിറഞ്ഞൊരു മേഖല. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ വീട്ടിലുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു, ഫാമിലി സപ്പോർട്ട് മാമിൻ്റെ ഈ ഒരു മേഖലയിലേക്ക്? വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, വളരെ സപ്പോർട്ടീവാണ്. എനിക്ക് എൻ്റെ പേരൻസ് ആണെങ്കിലും എൻ്റെ ഇൻലോസ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. ഇൻഫാക്റ്റ് എനിക്കൊരു കോമ്പറ്റീഷൻ വന്ന് അവർക്കാണ് കൂടുതൽ എന്താ പറയുക ടെൻഷനും എന്തായി ഹസ്ബൻഡ് ചേട്ടനൊക്കെ ഒരുപാട് സപ്പോർട്ടീവാണ്. എന്താ പറയുക നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും വിളിച്ച് ചോദിക്കും എന്തായി നമുക്ക് അപ്ഡേറ്റ്സ് ചോദിക്കും. ദേ ആർ ഓൾ വെരി സപ്പോർട്ടീവ്. ഇപ്പോൾ ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടൊക്കെ വരും. എപ്പോഴും ആണെങ്കിൽ പോലും ദ വേ ദേ ടേക്ക് കെയർ ഓഫ് മീ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ എപ്പോഴും പറയാം അതൊരു എൻ്റെ ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം നമ്മൾ എത്രയൊക്കെ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് പണ്ട് ദാറ്റ് ഷീ സോ ലക്കി ദാറ്റ് യു അലൗ ഹർ ടു ഡു ഓൾ ദിസ്. അപ്പോൾ ഐ ഹേർഡ് ദാറ്റ് എന്താ പറയുക പുള്ളി അത് റെസ്പോണ്ട് ചെയ്തത് അപർണ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരാൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൾ മാറി നിൽക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ സത്യമായിട്ടുള്ള കാര്യം. എന്നെ ഇത് വിടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഗോൾസ് പെർസ്യൂ ചെയ്യാതിരിക്കില്ല. ഹാവിങ് സെഡ് ദാറ്റ് നമുക്ക് ഒരു എന്താ പറയുക സപ്പോർട്ട് ഉള്ളത് ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്. നമ്മൾ എത്രയൊക്കെ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര എന്താ പറയുക നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഇല്ലേ. നമ്മൾ എത്ര റെബൽ ചെയ്യുന്നതും നമ്മൾ പീസ് ഓഫ് മൈൻഡിൽ നമ്മുടെ എന്താ പറയുക വിജയങ്ങൾ അവരും ആഘോഷിക്കുന്നു, അവരും നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് ടച്ച് വുഡ് എനിക്കുണ്ട്. അപ്പം വെരി വെരി സപ്പോർട്ടീവ്. മൈ പേരൻസ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും ഒക്കെ എല്ലാം വളരെ സപ്പോർട്ടീവാണ്. അച്ഛൻ പിന്നെ പണ്ടേ അങ്ങനെയായിരുന്നു. അച്ഛൻ എന്നെ ഒരിക്കലും ഒരു കാര്യത്തിന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എപ്പോഴും ഹിസ് ഓൾവേസ് പുഷ്ഡ് മൈ ലിമിറ്റ്സ്. അങ്ങനെ ചെയ്യണം. ഞാൻ ഒരു സിംഗിൾ ചൈൽഡാണ്, അപ്പോൾ ആ ഒരു പരിഗണനയൊന്നും എനിക്ക് തന്നിട്ടില്ല. കാരണം ഈസ് ഓൾവേസ് ടോൾഡ് മീ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയാലേ നമുക്ക് എന്താ പറയുക ലൈഫിൽ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്, സോ ബി ഇൻഡിപെൻഡൻ്റ് എന്നുള്ള രീതിയിലാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക, അപ്പോൾ പോയി അച്ഛാ അത് എനിക്കിത് ഇവിടെ ഇഞ്ചുറി വന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ പറയും സാറില്ല ഇതൊക്കെ ഇതിലുണ്ടാവും, യു ചോസ് ദിസ് റൈറ്റ്, അതൊക്കെ ഇതിലുണ്ടാവും, ഡീൽ വിത്ത് ഇറ്റ്. സോ എന്നെ അങ്ങനെയാണ് വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛനും എല്ലാവരും സപ്പോർട്ടീവാണ് ഇൻ ദെയർ ഓൺ വേസ്. ഇപ്പം മാം സ്വയം പരിശീലനം നടത്തുന്നുണ്ട്, അതുപോലെ മറ്റുള്ളവർക്ക് പരിശീലനം നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ എങ്ങനെയാണ് മാം പോകുന്നത്? ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പേര് മെസ്സേജസ് അയക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ വന്നു ലേറ്റ് ആയിട്ടാണെങ്കിലും ഐ സ്റ്റാർട്ടഡ് പോസ്റ്റിംഗ് ഓൺ സോഷ്യൽ മീഡിയ. അപ്പോൾ അതിൽ ചില ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, സ്പെഷ്യലി ലേഡീസ്. കാരണം അവർക്ക് അറിയില്ല എങ്ങനെയാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരുപാട് മെസ്സേജസ് വന്നു തുടങ്ങിയപ്പോൾ വി തോട്ട് ഓക്കെ വൈ നോട്ട് ഡൂ സംതിങ് ലൈക്ക് ദിസ്. കാരണം ആർക്കും അറിയില്ല ഇതിലേക്ക് എങ്ങനെയാണ് കടന്നു വരേണ്ടത്, അല്ലെങ്കിൽ ഹൗ ടു ഗോ ഫോർവേഡ് എന്നുള്ളത് അവർക്ക് അറിയില്ല. പലർക്കും വണ്ടിയില്ല, അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വിചാരിച്ചു ഓക്കെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ തോട്ട്. പക്ഷെ മിക്കവർക്കും വണ്ടിയില്ല. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യും എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ, കാരണം പിന്നെ ഞാനും ആലോചിച്ചു, ഞാൻ ആക്ച്വലി ബേസിക്സ് പഠിക്കാൻ നിന്നപ്പോൾ എൻ്റെ അടുത്ത് വണ്ടി പോലും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർലി ഇപ്പോൾ എനിക്കൊരു അക്കാഡമി പോലെ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെൻറ്റർ കിട്ടിയില്ല. അല്ല മാം പഠിക്കുന്ന സമയത്തും മാം ഇതിനെ പറ്റി വലിയ അവയർനൊന്നും ആയിരുന്നില്ല? അല്ല, ഞാൻ പഠിക്കാൻ പോകുമ്പോഴും ഒരു അക്കാഡമി ഇല്ലല്ലോ. ഞാൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അക്കാഡമി ഇല്ലാത്തതുകൊണ്ടാണ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തത്. ബിക്കോസ് എനിക്കൊരു അക്കാഡമി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പഠിച്ചിട്ട് ഞാൻ പോയേനെ. ഇത് ക്ലബ്ബിൽ ജോയിൻ ചെയ്തത് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. അപ്പോൾ എന്ത് പറ്റി, ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് ഞാൻ എല്ലാവരും കൂടെ അതങ്ങനെ പ്രോസസ്സിലൂടെ പഠിച്ചു പോയി. എന്താ പറയുക, എല്ലാവരും കൂടെ, അതായത് ക്ലബ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ നമ്മൾ ട്രെയിൽ ഡ്രൈവ്സിന് പോവും, നമ്മൾ ഫൺ ഡ്രൈവ്സിന് പോവും, അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. ഇതിൽ അതിനുശേഷം അക്കാഡമി ഒക്കെ വന്ന് തുടങ്ങിയത്? അക്കാഡമി നമ്മൾ തുടങ്ങിയതാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സിനാരിയോ പറയാം, ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഓഫ് റോഡ് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളില്ല. ഇപ്പോൾ പ്രോപ്പർലി ഇപ്പോൾ ഇഫ് യു വോണ്ട് ടു ലേൺ സംതിങ് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും തപ്പിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു സ്ഥലത്തിനെ കുറിച്ചാണ്. എനിക്ക് പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കിട്ടാതായപ്പോഴാണ് ഞാൻ ക്ലബിലേക്ക് പോയത്.
സോ ദാറ്റ് അവിടെയുള്ളവർ വെറ്ററൻസ് ആണല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. സോ ദർ ഇസ് എ ഗ്യാപ്പ്. അപ്പോൾ ഒരു കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ആ കുട്ടിക്ക് വണ്ടിയില്ലെങ്കിൽ പിന്നെ അതും നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയില്ല. അപ്പോൾ ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് സ്റ്റാർട്ട് ആൻ അക്കാഡമി ഓഫ് അവർ ഓൺ. കാരണം നമുക്ക് പൂനെയിലൊക്കെ ഉണ്ടാവും, പക്ഷേ കേരളത്തിൽ ഒരു അക്കാഡമി ഇതുവരെ ഉണ്ടായിരുന്നില്ല. പണ്ട് 2014 സാം കുര്യൻ തന്നെ, അതായത് എൻ്റെ മെൻറ്റർ തന്നെ, ഹി സ്റ്റാർട്ടഡ് ആൻ അക്കാഡമി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒരു 1 year ഒക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് ഡൂ ദിസ്. അപ്പം ഞാനും ഹസ്ബൻഡും സാം കുര്യനും കൂടിയാണ് ഈ ഒരു RNT 4x4 ട്രെയിനിങ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ ബ്ലൂ വെയിൽ തന്നെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അതുകൊണ്ടാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് വണ്ടി ഇല്ലാത്തവർക്ക് പോലും നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെയാണ് നമ്മളത് ഇട്ടിരിക്കുന്നത്. നമുക്ക് വി ഗെറ്റിംഗ് ഇമ്മെൻസ് റെസ്പോൺസ് ഫോർ ദാറ്റ്. കാരണം ഈവൻ ഫ്രം ഡൽഹിയിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക പഠിക്കാൻ സ്റ്റുഡൻസ് വരുന്നുണ്ട്. കാരണം ദേ ആർ കീൻ ഓൺ ഇറ്റ്. ഇത് എങ്ങനെ എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയണം എന്നുണ്ട്. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി വണ്ടി എടുത്തവരും ഉണ്ട്. സോ ദാറ്റ് ഈസ് ദി എന്താ പറയുക, നമുക്ക് ചില ആൾക്കാരുണ്ടാവും അവർക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. സോ വി വാണ്ടഡ് ടു ബിക്കം ദാറ്റ് ഒരു സ്പേസ്. വി വോണ്ട് ടു ടേക്ക് ദാറ്റ് സ്പേസ്. ആൻഡ് അതിപ്പോൾ 150+ ട്രെയിനീസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ദേ ആർ ഓൾ വെരി ഹാപ്പി. ആൻഡ് കുറേ പേര്, അതിലൊരു പകുതിയോളം പേർക്ക് വണ്ടി ഇല്ലാത്തവർ ഇപ്പോൾ വണ്ടി എടുത്തു 4x4. കാരണം നമ്മൾ ഇത് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ത്രില്ല് ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ അതാണ് ട്രെയിനിങ്ങിൻ്റെ ഒരു. ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ മാം പറഞ്ഞ ഈ ഒരു അക്കാഡമി മാത്രമേ ഉള്ളൂ? കേരളത്തിൽ ആസ് ഓഫ് നൗ നമ്മുടെ ഈ ഒരു അക്കാഡമിയേ ഉള്ളൂ. അത് കോട്ടയത്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. എവറി മന്ത് നമ്മൾ 2 സെഷൻ വയ്ക്കും. ഒരു 1 day ഫുൾ സെഷൻ നമുക്ക് ബേസിക്സ് പഠിച്ചു പോവാം. നമ്മുടെ വണ്ടി തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് വണ്ടി ഉണ്ടെങ്കിൽ അതും നമ്മളിരുന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഹോൾ കോഴ്സ് വിൽ ബി ഡൺ ഓൺ ആ വെഹിക്കിൾ. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ സ്പെക്ക് വണ്ടിയിൽ ഒരു എന്താ പറയുക അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. ഇപ്പോൾ 2025 റെയിൻ ഫോറസ്റ്റ് ചാലഞ്ചിന് വേണ്ടിയിട്ട് മാം ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്? 25 സമയമുണ്ട് തയ്യാറെടുക്കാന്ന് വെച്ചാൽ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇതൊരു എക്സ്പെൻസീവ് സ്പോർട്ടാണ്. ഇത് വളരെ ഈസി, നമുക്ക് എത്ര പാഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇതും കൂടെ നോക്കണമല്ലോ. നമുക്കിത് ഒന്ന് ഫീസിബിൾ ആക്കി എടുക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓഫ് റോഡ് വണ്ടികൾക്ക് പാർട്ട്ണർഷിപ്പ് തന്നെ ഉള്ളത്. കാരണം ഒരു വണ്ടി നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറയുന്നത് ഇറ്റ് കോസ്റ്റ് യു ലാക്സ്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ എന്ന് പറയുന്നത് ഞാൻ നോർമൽ വർക്ക് ചെയ്യുക. ഞാനൊരു റെഗുലർ 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് സേവ് ചെയ്തിട്ടാണ് എൻ്റെ സമയവും എനർജിയും മണിയും ഒക്കെ സേവ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് എൻ്റെ പാഷൻ ഫ്യൂൽ ചെയ്യുന്നത്. അപ്പം റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു 1 week ലോങ് ഒരു എന്താ പറയുക ഒരു 10 days എങ്കിലും വേണം നമുക്ക് അവിടെ പോയി, നമ്മുടെ ടീം അവിടെ പോയി, നമ്മുടെ വണ്ടി അത്രയും മോഡിഫൈഡ് ആയിരിക്കണം. എൻ്റെ ഇപ്പോഴത്തെ വണ്ടി അതിന് ഫിറ്റല്ല, കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പാർട്ട് ഇതിൻ്റെ. അഗൈൻ നമ്മളും ട്രെയിൻഡ് ആയിരിക്കണം, അത്രയും നമ്മളും കുറച്ചും കൂടെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം എന്നുണ്ട്. അത് ട്രെയിനിങ് പാർട്ട് ഈസ് ബീങ് ടേക്കിംഗ് കെയർ ഓഫ്. നമ്മൾ എല്ലാം ഓൾ പോസിബിൾ ട്രെയിനിങ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ സാം കുര്യൻ തന്നെയാണ് എന്നെ ട്രെയിൻ ചെയ്യുന്നത്. ദി മണി പാർട്ട് ഐ ഹാവ് ടു ഫിഗർ ഔട്ട്. കുറച്ച് സമയം എടുക്കും അതിന്. പക്ഷേ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. സ്പോൺസേഴ്സൊക്കെ വരാം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഈ ഒരു ഓഫ് റോഡ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് മാം ആ ഒരു ചാലഞ്ചസ് ഒക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നത്? നമ്മളെപ്പോഴും തയ്യാറായിരിക്കും. നമ്മൾ ആക്ച്വലി ഒരു ഓഫ് റോഡിൽ നിന്ന് പോകുമ്പോൾ തന്നെ നാച്ചുറൽ ട്രെയിലാണെങ്കിൽ വി ആർ വെരി കെയർഫുൾ. നമ്മൾ ഇപ്പോൾ പറയുന്ന ആ ഒരു പ്രിക്കോഷൻസ് എടുക്കും. ഇപ്പോൾ നമ്മളൊരു ഒബ്സ്റ്റക്കിൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങി നോക്കും. കാരണം എന്താണെന്ന് പറയുക, നമ്മൾ ചിലവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അപകടത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു 4x4 ഉണ്ട്, ഐ ഹാവ് എ സൂപ്പർ പവർ എന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് എ റോങ് നോഷൻ. നമുക്ക് നമ്മുടെ വണ്ടിയുടെ കേപ്പബിലിറ്റി നമുക്കറിയാം, നമ്മുടെ കേപ്പബിലിറ്റി നമുക്കറിയണം. അപ്പം നമ്മൾ ഇറങ്ങി നോക്കി നമുക്ക് ആ ഒബ്സ്റ്റക്കിൾ സേഫ് ആണോ, അതായത് പോയി തിരിച്ച് വരാൻ പറ്റണം, നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തണം എന്നുള്ള ഒരു ഇതാണ് കോൺസെപ്റ്റ്. നമ്മൾ ഇറങ്ങി ഒബ്സ്റ്റക്കിൾ ഓക്കെ ആണോ നോക്കുക, അങ്ങനെയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോവില്ല, നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോവുക. 3-4 വണ്ടി ഒരുമിച്ച് പോവും. അപ്പോൾ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് അവരെ അസിസ്റ്റ് ചെയ്യാൻ അടുത്ത വണ്ടി ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളാണ്. അതിപ്പോൾ നമ്മൾ അല്ലെങ്കിലും ട്രെയിനിങ്ങിലും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, സേഫ്റ്റിയിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ഡ്രൈവ് പോവാതിരിക്കുക. പിന്നെ ഉറപ്പില്ലാത്ത സ്ഥലത്തേക്ക്, പിന്നെ ഒരു ഒബ്സ്റ്റക്കിൾ ഇപ്പോൾ നമ്മളൊരു വെള്ളം കാണാൻ നമ്മൾ വിചാരിക്കുക വണ്ടി ഉണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മളങ്ങ്
ഇറക്കി കഴിഞ്ഞാൽ യു നെവർ നോ അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു കോലിട്ട് നോക്കുക, എത്രയുണ്ട് ആഴം നോക്കുക, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇറക്കുക. അങ്ങനത്തെ നമ്മൾ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ നമ്മൾ, പിന്നെ നമുക്ക് ബേസിക് റിക്കവറി കിറ്റ് നമ്മുടെ കയ്യിൽ കരുതുക, ടോ റോപ്സും കാര്യങ്ങളും, ഇപ്പോൾ എന്തെങ്കിലും കെട്ടി വലിക്കാനോ ഒക്കെയുള്ള ടോ റോപ്സും ഡി ഷാക്കിളും ഒക്കെ കയ്യിൽ വയ്ക്കുക. അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. കാരണം വി ആർ വെരി കെയർഫുൾ, വി ആർ വെരി മൈൻഡ്ഫുൾ അബൌട്ട് ഇറ്റ്. വെറുതെ നമ്മൾ ഒരു ഭ്രാന്ത് കാണിക്കാതെ നമ്മളൊരു നല്ല ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കോമ്പറ്റീഷനിൽ നോക്കുകയാണെങ്കിൽ സേഫ്റ്റി വൈസ് ഹെൽമെറ്റ്സ് ആർ മസ്റ്റ്, സീറ്റ് ബെൽറ്റ്സ് ആൻഡ് റോൾ കേജ് വെക്കണം. ഇപ്പം നമ്മൾ ടോപ്പിലായാലും നമുക്ക് സേഫാണ് ഇൻസൈഡ്. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ നിർബന്ധമാണ് അല്ലേ? അതെ അതെ, കോമ്പറ്റീഷൻസിൽ ഹെൽമെറ്റ്സ് നിർബന്ധമാണ്. കാരണം എന്താണെന്ന് അറിയാം, നമ്മളിപ്പോൾ കുഴികൾ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ടെറൈൻ അല്ലെങ്കിൽ ഇവർ JCB വെച്ചിട്ടാണ് ഈ കുഴികളൊക്കെ ഉണ്ടാക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനെ എന്താ പറയുക, നല്ലതായിട്ട് കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എത്ര നമ്മൾ സ്റ്റിയറിംഗിൽ പിടിച്ചാലും നമുക്കത് ഇരിക്കില്ല. നമ്മുടെ കയ്യിൽ നമുക്ക് ഹ്യൂമൻലി പോസിബിൾ അല്ല അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ തല നേരെ ചെന്ന് ഇരിക്കുന്നത് ഈ പറയുന്ന റോൾ കേജിലും നമ്മുടെ ജീപ്പിൻ്റെ സൈഡ് വാൾസിലൊക്കെ പോയി ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹെൽമെറ്റ്സ് എന്തായാലും വെക്കണം. ടോപ്പിലായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സേഫ് ആണെങ്കിൽ പോലും ഹെൽമെറ്റ്സ് നിർബന്ധമാണ്. ഹെൽമെറ്റ്സ് ആൻഡ് സീറ്റ് ബെൽറ്റ്സ് നിർബന്ധമാണ്.